ഇന്ന് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഫസ്റ്റ് പ്ലേസ് ഗുവാഹട്ടിയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് എൻ്റെ പേര് കിരൺ സാറ വർഗീസ്. ഞാൻ ഫൈനൽ ഇയർ വെറ്റനറി സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങളുടെ IV സ്റ്റാർട്ട് ചെയ്തു 2 ദിവസം മുമ്പ്. സോ 56 hours ട്രെയിൻ ട്രാവൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ഗുവാഹട്ടിയിലാണ് എത്തിയത്. ഇത്രയും ലോങ് ട്രെയിൻ ട്രാവൽ ആയതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഫ്രഷപ്പ് ആയിരുന്നു. അതിനുശേഷം 5 ട്രാവലർ വണ്ടി അറേഞ്ച് ചെയ്തു. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് കുറേ നാളെ വിചാരിക്കുന്നു. അതുപോലെ തുടങ്ങി കുറേ ഷോർട്സ് വീഡിയോസ് ഇട്ടു. പക്ഷേ വിചാരിച്ച അത്ര കുറച്ച് റീച്ചും ഫോളോവേഴ്സും ആയതിനു ശേഷം മാത്രം ലോങ് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഇനി ലോങ് വീഡിയോ ഇടാം. നമ്മൾ ആദ്യം പോയത് ബ്രഹ്മപുത്ര റിവറിലോട്ടാണ്. അവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും മേളത്തെ ഇതിൽ ഇരിക്കാൻ പറ്റി. നല്ല വെയിലായിരുന്നു കൂടി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിവിടെ ഏതൊരു അമ്പലത്തിലെത്തിയിട്ടുണ്ട്. നമ്മൾ ബോട്ടിൽ നിന്ന് നേരെ ഒരു ഐലൻഡിലോട്ടാണ് ഇറങ്ങിയത്. സ്മോളസ്റ്റ് ഇൻഹാബിറ്റഡ് ഐലൻഡ് ആണത്. അവിടെ നമ്മൾ മെയിനായിട്ട് വിസിറ്റ് ചെയ്തൊരു അമ്പലമാണ്. ഗോഡ് ശിവന്റെ ഉമാനാഥ് എന്ന ഫോമിന്റെ അമ്പലമാണിത്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് മീറ്റ് ചെയ്തിരുന്ന ഒരു ചേട്ടൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, കാളിമാതയുടെ ബോഡി ഗാർഡ് പോലെയാണ് ഉമാനാഥ് എന്നും ഉമാനാഥിന്റെ പെർമിഷൻ ഇല്ലാതെ കാളിമാതയോട് വർഷിപ്പ് ചെയ്യാനോ അനുഗ്രഹം വാങ്ങിക്കാനോ സാധിക്കില്ല എന്നാണ്. 2 അമ്പലങ്ങൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് അമ്പലത്തിൽ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി. സെക്കൻഡിൽ അകത്ത് കയറിയപ്പോൾ ഫോൺ അലൗഡ് അല്ലായിരുന്നു. ലോർഡ് ശിവയുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന നന്ദി ബുള്ളു അവിടെ ഉണ്ടായിരുന്നു. ഈ നന്ദി ബുള്ളിന്റെ രൂപത്തിനോട് ചെവിയിൽ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിക്കുമെന്നാണ് ആൾക്കാരുടെ വിശ്വാസം. നമ്മൾ അമ്പലം വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് ബോട്ടിലോട്ട് കയറി. അത് കഴിഞ്ഞ് നമ്മൾ ബസ് കയറി നമ്മുടെ അടുത്ത ലൊക്കേഷനിൽ പോവാണ്. ഇത് നമ്മൾ കാണുന്നത് NRCPയുടെ ഉൾഭാഗമാണ്. NRCPയിൽ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അവിടെ ഫ്രഷപ്പ് ആകാൻ വേണ്ടി നമ്മൾക്ക് അവർ സൗകര്യം പ്രൊവൈഡ് ചെയ്തു. എന്ത് ഇത് ഏതാന്ന് പറ. അവിടുത്തെ സാറുമാരെ നമ്മൾ പരിചയപ്പെട്ടു. ഇൻട്രൊഡക്ഷൻ ഉണ്ടായി. പിന്നെ നമുക്ക് സെമൻ കളക്ഷനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തു. ഇവിടുത്തെ ബയോസെക്യൂരിറ്റി മെഷേഴ്സ് ഭയങ്കര കൃത്യമായിട്ടാണ് പോകുന്നത്. 3 സോൺസ് ആയിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സോൺ, സെക്കൻഡ് സോൺ, തേർഡ് സോൺ. ആ ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് നടന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പോന്നു. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ആസാം വെറ്റനറി കോളേജിൽ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല, എല്ലാവരും ഫോട്ടോ എടുത്തു പോയി. അതിനുശേഷം നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. നമ്മൾ അടുത്തത് പോകുന്നത് മേഘാലയയിലോട്ടാണ്. മേഘാലയയിലുള്ള 2 ദിവസം നമ്മൾ ക്യാമ്പിലാണ് സ്റ്റേ ചെയ്തത്. സോ മേഘാലയയിലെ വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. जीना भी है दोनों का तुमसे ही वास्ता। ओ मैं ही तो तेरा पता है, दूसरा ना कोई रास्ता। आए मुझ तक वो तुमको जो हो ढूंढता, मेरी खामोशियों में है तू बोलता। ये जीना भी ना जीना भी, जो भी हुआ है वो तुमसे हुआ।